പ്രഭാത വാർത്താ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്ത് RS ശശികുമാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ ആരോപണം. പരാതി നിലനിൽക്കില്ലെന്ന് പറയാൻ ലോകായുക്തയ്ക്ക് അനുവാദമില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രാഷ്ട്രീയക്കാർക്ക് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പണം നൽകിയെന്നാണ് RS ശശികുമാറിന്റെ പരാതി. പണം അനുവദിച്ചതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായെന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞെങ്കിലും സെക്ഷൻ 14 പ്രകാരം ഡിക്ലറേഷൻ നൽകാനുള്ള തെളിവുകൾ ഇല്ലെന്നായിരുന്നു ഉത്തരവ്. പരാതി ലോകായുക്തയുടെ അധികാരപരിധിയിൽ വരില്ലെന്ന് പറഞ്ഞാണ് ഉപലോകായുക്തമാരായ ബാബു മാത്യു പി ജോസഫും ഹാറൂൺ അൽ റഷീദും ഹർജി തള്ളിയത്. വ്യാപാരികളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ ഇടുക്കിയിലെത്തുന്നതിനിടെ മുന്നണിപ്പോര് രൂക്ഷം. ആവശ്യമെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന പരിപാടിക്ക് സംരക്ഷണമൊരുക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. വ്യാപാരികളെ LDF ഭീഷണിപ്പെടുത്തുന്നു. LDFന്റെ രാജ്ഭവൻ മാർച്ച് ഗവർണറുമായുള്ള ഒത്തുകളിയാണെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. നടത്താൻ പോകുന്ന രാജ്ഭവൻ മാർച്ച് അത് ഗവർണറുമായിട്ടുള്ള ഒരു ഒത്തുകളി തന്നെയാണ്. ഇപ്പോൾ ഇവർ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് എന്തിനാണ്? ആളുകൾ എന്തിനാണ് ഇവിടെ വീണ്ടും ഹർത്താൽ നടത്തുന്നത്? ഒരേ ദിവസം തന്നെ 2 സമരം നടത്തുന്നതിൻ്റെ ആ ഒരു യുക്തി എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അത്രമാത്രം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ ഒറ്റപ്പെടുത്താനും അവരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കാനും ഒക്കെയുള്ള ഒരു 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 അവസരമായിട്ടാണ് ഈ ഹർത്താൽ പ്രഖ്യാപനത്തിലൂടെ കാണാൻ കഴിയുക. ഇക്കാര്യത്തിൽ ഇപ്പോൾ അവരുടെ ആ പരിപാടി അലമ്പാക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൂടെ തടസ്സപ്പെടുത്തുന്ന രീതിയുമായി ഇടതുപക്ഷ നേതാക്കന്മാർ മുൻപോട്ട് പോയാൽ സാധാരണ ജനങ്ങളെ കൂട്ടി പ്രതിരോധിക്കാൻ MP എന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുകയും ചെയ്യും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഹങ്കാരത്തിന്റെ ആൾരൂപമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഗവർണറുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചതറിഞ്ഞ് ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് അതേ ദിവസം തന്നെ ഇടുക്കിയിലേക്ക് എത്തുന്നതെന്നും CV വർഗീസ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്ന ജനപക്ഷ നിലപാടുകളെ എങ്ങനെയാണ് തുരങ്കം വെക്കാൻ കഴിയുക എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും അഹങ്കാരത്തിൻ്റെ ആൾരൂപമായ ആരിഫ് മുഹമ്മദ് ഖാന്റെ തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരമൊരു സമരരൂപം തിരഞ്ഞെടുക്കാനിടയായിട്ടുള്ളത്. ആ ജനുവരി 9 തന്നെ അദ്ദേഹം ഇടുക്കി ജില്ലയിലേക്ക് മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രോഗ്രാം കൊടുത്ത് ഈ ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സ്ഥിതിയാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് കുറെ കൂടെ ശക്തമായ ജനകീയ സമരമായി ഉയർന്നു വരണമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കി ജില്ലാ ഹർത്താലും ജനുവരി 9 രാജ്ഭവൻ മാർച്ചും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇടുക്കിയിലെത്തുന്ന ഗവർണറെ തടയാൻ സാധിക്കില്ലെന്ന് BJP ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാർ. കാരുണ്യ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്താനുള്ള CPIMന്റെ അസഹിഷ്ണുത ജനം മനസ്സിലാക്കും. ശബരിമല തീർത്ഥാടനത്തിന് തടയിടാനാണ് LDF ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും C സന്തോഷ് കുമാർ പറഞ്ഞു. ശബരിമല തീർത്ഥാടകരെ ശല്യം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ ഈ തീർത്ഥാടനം കഴിയുന്നതിന് മുമ്പ്. മറ്റൊന്ന്, അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹത്തിനെ തടയുവാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കാതിരിക്കണം എന്നുള്ള ഒരു ശ്രമവും കൂടിയാണ്, അത് പരാജയപ്പെടുത്താനുള്ള ശ്രമവും കൂടിയാണ് LDF ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വിഷയമെന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ ഇവരാരും വിചാരിക്കുന്ന പോലെ തടയുവാനോ ഇവിടെ വന്ന് പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുകയില്ല. ഒരു കാരുണ്യ പദ്ധതിയെ പോലും തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നീചമായ പ്രവൃത്തി CPM നടത്തുന്നത് തികച്ചും ജനദ്രോഹപരമാണ്. അതേസമയം പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു വാർത്തയിലേക്ക്. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തുടർച്ചയായ 4ാം തവണയും അധികാരത്തിലേക്ക്. ആകെയുള്ള 300 സീറ്റുകളിൽ 200-ലേറെ സീറ്റുകളിലും ഷെയ്ഖ് ഹസീനയുടെ ആവാമി ലീഗ് പാർട്ടി വിജയം ഉറപ്പിച്ചു. പ്രധാന പ്രതിപക്ഷമായ BNP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. സർക്കാർ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ബഹിഷ്കരണം. വോട്ടെടുപ്പ് ദിവസമായി ഇന്നലെ വ്യാപക അക്രമങ്ങളാണ് രാജ്യത്തുണ്ടായത്. പ്രധാനമന്ത്രി കസേരയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇത് 5ാം ഊഴമാണ്. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജാമ്യ ഹർജിയിൽ സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ ജാഥയടക്കം സംഘടിപ്പിച്ചതിന്റെ പ്രതികാര നടപടിയായാണ് കേസെടുത്തതെന്നാണ് ഹർജിയിലെ വാദം. ഇനി കലോത്സവ വാർത്തകളിലേക്ക്.
അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോര് നടക്കുകയാണ്. 896 പോയിന്റുകളുമായി കോഴിക്കോടാണ് നിലവിൽ മുന്നിൽ. ഒന്നാമതെത്തുന്ന ജില്ലയ്ക്ക് 24 ചാമ്പ്യൻസ് ട്രോഫി കൈമാറും. രാവിലെ 9 മണി മുതൽ കലോത്സവ നഗരിയിലെ പ്രത്യേക പവലിയനിൽ ഈ ട്രോഫി പ്രദർശിപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മമ്മൂട്ടിയാണ് മുഖ്യ അതിഥി. ഗോപിക സുരേഷും ഒപ്പം കീർത്തന കേശവൻ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കലോത്സവ നഗരിൽ നിന്നും. ആദ്യം ഗോപിക സുരേഷിലേക്ക്. ഗോപിക, ഗുഡ് മോർണിംഗ്. പോയിന്റ് നിലയിൽ കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പൊരു നിൽക്കുന്നു. ആരായിരിക്കും കപ്പുയർത്തുക എന്നറിയാനുള്ള ആകാംക്ഷ അത് ഏറി വരുന്നുണ്ട്. ഇന്ന് നടക്കുന്ന മത്സരങ്ങൾ ഏതൊക്കെ? എന്താണ് ഏറ്റവും ഒടുവിലെ പോയിന്റ് നില? പ്രജിൻ, ഗുഡ് മോർണിംഗ്. കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. കൊട്ടിക്കലാശമാണ് ഇന്ന്. കോഴിക്കോടും കണ്ണൂരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് പോയിന്റ് പട്ടികയിൽ 896 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ കോഴിക്കോട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കണ്ണൂർ തൊട്ട് പിന്നിൽ തന്നെയുണ്ട്. 896 പോയിന്റുമായി കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത്. പാലക്കാടും തൃശൂരും മലപ്പുറവും 3, 4, 5 സ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെയും കോഴിക്കോടും കണ്ണൂരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കപ്പിനായുള്ള ഒരു കടുത്ത മത്സരമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നടക്കുന്ന മത്സരങ്ങളുടെ ഫലങ്ങൾ കൂടി വരുന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും കോഴിക്കോടാണോ അതോ കണ്ണൂരാണോ കപ്പ് കൊണ്ടുപോവുക എന്ന് പറയാൻ സാധിക്കുക. ഈ സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരുമ്പോൾ കോഴിക്കോട് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു തിരികെ സ്വർണ്ണക്കപ്പ് കൊല്ലത്ത് നിന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോകും എന്ന്. അത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ഇന്നാണ് സമാപന സമ്മേളനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മമ്മൂട്ടിയാണ് മുഖ്യ അതിഥി. മമ്മൂട്ടിയിൽ നിന്നാണ് ഈ സ്വർണ്ണക്കപ്പ് കുട്ടികൾ ഏറ്റുവാങ്ങുക. ഒപ്പം തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള 30 ട്രോഫികളും ഇന്ന് വിതരണം ചെയ്യും. ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് പ്രധാന വേദിയിലാണ്. അല്പസമയത്തിനകം തന്നെ മത്സരങ്ങൾ 9:30 മത്സരങ്ങൾ ആരംഭിക്കും. ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ പരിചയമുട്ട കേരള നടനം, സ്കിറ്റ്, വഞ്ചിപ്പാട്ട്, വയലിൻ മത്സരങ്ങളാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത്. ഇന്നത്തെ മത്സരങ്ങളുടെ പോയിന്റ് കൂടി വരുന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകും എന്ന് പറയാൻ സാധിക്കുക. ശരി, ഗോപിക സുരേഷാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കീർത്തന കേശവൻ കൂടി ചേരുന്നു. കീർത്തന, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24ന്റെ കപ്പ് അത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ടോ? കപ്പ് ഇന്ന് നമ്മുടെ പവലിയനിൽ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. വിശദാംശങ്ങൾ പറയൂ. പ്രജിൻ, ഗുഡ് മോർണിംഗ്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒന്നാമതെത്തുന്ന ജില്ലയ്ക്ക് എല്ലാ കൊല്ലവും നൽകുന്ന പോലെ 24 ഇക്കൊല്ലവും ചാമ്പ്യൻസ് ട്രോഫി നൽകുന്നുണ്ട്. അത് ആരാണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും കടുത്ത മത്സരമാണ് ജില്ലകൾ തമ്മിൽ. നമ്മൾ 9 മണിക്ക് തന്നെ നമുക്ക് നമ്മുടെ പ്രത്യേക പവലിയനിൽ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി പ്രദർശിപ്പിക്കും. വൈകുന്നേരം വരെ മത്സരാർത്ഥികളെ ഈ ഒന്നാമതെത്തുന്ന ജില്ല ഏതെന്ന് അറിയുന്നത് വരെ അതവിടെ തുടരും. ശേഷം നമ്മൾ ഈ ചാമ്പ്യൻസ് ട്രോഫി എല്ലാ കൊല്ലവും ഈ ജേതാക്കൾക്ക് കൈമാറുന്ന പോലെ ഇക്കൊല്ലവും നമ്മളത് കൈമാറും. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് സമാപന സമ്മേളനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ഈ സ്വർണ്ണക്കപ്പ് ജേതാക്കൾക്ക് ഏതാണ് ഒന്നാമതെത്തുന്ന ജില്ല അവർക്ക് കൈമാറുന്നത്. 30 ട്രോഫികൾ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. 20 കുട്ടികൾക്ക് മാത്രമേ സ്റ്റേജിൽ കയറി ഈ ട്രോഫികൾ ഏറ്റുവാങ്ങാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഹ്ലാദ പ്രകടനമോ മറ്റോ നടത്തണമെങ്കിൽ, ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ സ്റ്റേജിന് തൊട്ട് താഴെ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് നമ്മുടെ മന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സമാപന സമ്മേളനം വൈകിട്ട് നടക്കും. ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാം ഈ സ്വർണ്ണക്കപ്പ്, കോഴിക്കോട് നിന്ന് വന്ന സ്വർണ്ണക്കപ്പ് ഇനി ഏത് ജില്ലയിലേക്ക് പോകുമെന്നുള്ളത്. ഒപ്പം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 24ന്റെ ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ന് ജേതാക്കൾക്ക് നൽകും. പ്രജി,
കേശവനാണ് വിശദാംശങ്ങൾ നൽകിയത് കലോത്സവ നഗരിയിൽ നിന്നും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കലോത്സവത്തിലെ ചവിട്ടുനാടക മത്സരങ്ങളിൽ കൂടുതലും പ്രമേയമാകുന്നത് ബൈബിൾ കഥകളാണെങ്കിലും എക്കാലവും ഫേവററ്റ് ഷേക്സ്പിയർ ആണ്. സീസറും റോമും ഇല്ലാത്ത ഒരു കലോത്സവ കാലവും ഉണ്ടായിട്ടില്ല. സീസർ ലോകം ഇതുപോലെ വായിച്ച അരങ്ങിലെത്തിച്ച മറ്റൊരു ദുരന്ത നാടകം ഉണ്ടോ എന്ന സംശയമാണ്. സ്നേഹിതന്റെ ചതിയിലുള്ള വേദനയിൽ സീസർ പറയുന്ന ബ്രൂട്ടസേ നീയും എന്ന വരികൾ ലോക പ്രശസ്തമാണ്. നൂറ്റാണ്ടുകൾ മുന്നേ പിറന്നതാണെങ്കിലും ഇന്നും ഷേക്സ്പിയറിന്റെ വാക്കുകൾ പൊതുവ്യവഹാരങ്ങളിൽ നിത്യേനെ ഉപയോഗിക്കപ്പെടുന്നു. പെൺകുട്ടികളുടെ ചവിട്ടുനാടക മത്സരത്തിൽ 2 ടീമുകളാണ് സീസറുമായി വന്നത്. കഥയും കഥാപാത്രവും ഒന്നുതന്നെ, അവതരണം വേറിട്ട് നിന്നു. റോമൻ റിപ്പബ്ലിക്കിന്റെ ഭരണഘടന അനുസരിച്ച് സെഞ്ചുറി, ട്രിബ്യൂൺ, പ്ലിബിയൻ എന്നീ ജനസഭകളുണ്ടായിരുന്നു. ഈ 3 ജനസഭകൾക്കും മുകളിലായി ഭരണത്തിന്റെ കടിഞ്ഞാൺ കൈയടക്കിയിരുന്ന ഒരു സഭ കൂടി റോമിൽ നിലനിന്നിരുന്നു. പ്രഭുക്കന്മാർ മാത്രം അംഗമായുള്ള സെനറ്റ്. നാടകങ്ങൾ അവസാനിച്ചപ്പോഴേക്കും ശ്രോതാക്കൾ കാലങ്ങളേറെ ദൂരം പിന്നോട്ട് സഞ്ചരിച്ചിരുന്നു. 24 കൊല്ലം. വേദന മറന്ന് ഗസയിലെ കുട്ടികൾക്കായി അമൻ ഹാദി കലോത്സവ വേദിയിലെത്തി. കോഴിക്കോട് എളയേറ്റിൽ MJHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൻ മത്സരിച്ച 2 ഇനങ്ങളിലും A ഗ്രേഡ് നേടിയാണ് മടങ്ങിയത്. മോണോ ആക്ട് വേദി, ചെസ് നമ്പർ 103. ഗസയിലെ ഉണങ്ങാത്ത മുറിവിന്റെ കഥ അമൻ ഹാദി വേദിയിൽ നിറഞ്ഞാടി. മത്സരശേഷം മാഷയുടെ കൈപിടിച്ച് വേദിക്ക് പുറത്തുള്ള മെഡിക്കൽ റൂമിലേക്ക്. കൊല്ലത്ത് കലോത്സവത്തിനെത്തി രാത്രി മുറിയിലേക്കുള്ള ബൈക്ക് യാത്ര മാത്രമേ അമന് ഓർമ്മയുള്ളൂ. ചോര വാർന്ന നിലയിൽ കണ്ടു നിന്നവരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുന്നിക്കെട്ടാത്ത മുറിവുമായാണ് അമൻ വേദിയിലെത്തിയത്. നല്ലൊരു പേടി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഈ ഒരു മുറിവ് വെച്ച് ചെയ്യാൻ പറ്റുമോന്നൊക്കെ. ഉണങ്ങാത്ത മുറിവുകളെ പറ്റിയാണ് എൻ്റെ ഇൻട്രോ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു മുറിവ് വെച്ച് ചെയ്തപ്പോൾ ഈ ഒരു മോണാക്ടിലെ കൂടുതൽ ലയിച്ച് ചേരാൻ കാര്യങ്ങൾ ഒന്നുകൂടി നല്ലോണം ചെയ്യാൻ എനിക്ക് പറ്റി. മകന്റെ മത്സരം കണ്ടുകൊണ്ടിരിക്കെ ഉമ്മയുടെ മനസ്സിൽ വേദനയുടെ കടലിരമ്പ്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം, ഈ ഒരു ഇത് പറ്റിയൊരു മോണാക്ട് ചെയ്യാൻ പറ്റുമോ, ചെയ്യുന്നതിനിടയിൽ പറ്റുമോ. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഡ്രസ്സ് ചെയ്താണ് കയറിയത്. അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു, പഴുപ്പൊക്കെ വരുന്ന വേദന ഉണ്ട്, അതുകൊണ്ട് സ്റ്റിച്ചിട്ടാൽ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. അപ്പോൾ വേദന ഉണ്ട്, നല്ല വേദനയോട് കൂടിയാണ് കയറിയത്. മെഡിക്കൽ ഹോമിലിരിക്കെ റിസൾട്ട് വന്നു, A ഗ്രേഡ്. വേദന സംഹാരി നൽകിയ ആശ്വാസത്തിൽ അമൻ മറ്റു വേദികളിലേക്ക്. രാജ്കിരണിനൊപ്പം ഗോപിക സുരേഷ്, 24. വെൽക്കം ബാക്ക്. പ്രഭാത വാർത്ത തുടരുന്നു. നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ കറുത്ത വസ്ത്രമണിഞ്ഞ് എത്തിയതിന് പോലീസ് തടഞ്ഞുവെച്ചതിനെതിരായ കൊല്ലം തലവൂർ സ്വദേശിനി അർച്ചനയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 7 മണിക്കൂറിലേറെ പോലീസ് തടഞ്ഞുവെച്ചതായാണ് പരാതി. ഭർത്തൃമാതാവുമൊത്ത് കഴിഞ്ഞ ഡിസംബർ 18-നാണ് കൊല്ലം ജംഗ്ഷനിൽ നവകേരള സദസ്സിനെത്തുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ അർച്ചന പോയത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനാണ് കറുത്ത വസ്ത്രം ധരിച്ചെത്തിയതെന്ന് ആരോപിച്ച് കുന്നിക്കോട് പോലീസ് തടയുകയായിരുന്നു. അനാവശ്യമായി തന്നെ തടഞ്ഞുവെച്ചതിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് അർച്ചനയുടെ ആവശ്യം. ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ ഹൈക്കോടതി ഉത്തരവിട്ട അന്വേഷണത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. അതിജീവിതയുടെ ഹർജി അംഗീകരിച്ചായിരുന്നു കോടതി ഉത്തരവ്. എന്നാൽ
1 മാസം പൂർത്തിയാകുമ്പോഴും ഇതുവരെയും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. കീഴ്ക്കോടതി കൂടുതൽ സമയം തേടിയേക്കാനാണ് സാധ്യത. ഹർജിയിൽ അന്വേഷണത്തിന് ഉത്തരവിടരുതെന്ന് നേരത്തെ ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദിലീപിന്റെ ആവശ്യം നിരസിച്ച സിംഗിൾ ബെഞ്ച് ആവശ്യമെങ്കിൽ കീഴ്ക്കോടതിക്ക് പോലീസിന്റെയോ മറ്റ് ഏജൻസികളുടെയോ സഹായം തേടാമെന്നും വ്യക്തമാക്കിയിരുന്നു. കേരള തമിഴ്നാട് അതിർത്തിയായ പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ കടിച്ചുകൊന്ന പുലിയെ മുതുമല വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിടും. പുലിയുടെ ആരോഗ്യം കൂടി പരിശോധിച്ച ശേഷം അടുത്ത ദിവസമായിരിക്കും മുതുമല വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിക്കുക. നിലവിൽ പുലിയെ പ്രത്യേക കേന്ദ്രത്തിൽ നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം കൊല്ലപ്പെട്ട 3 വയസ്സുകാരി നാൻസിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പന്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. പുലിയെ പിടികൂടാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നിലപാട് എടുത്തതോടെയാണ് നടപടിക്രമങ്ങൾ വൈകിയത്. പശ്ചിമബംഗാളിൽ പോലീസിന് താക്കീതുമായി ഗവർണർ CV ആനന്ദബോസ്. പോലീസ് ഒളിച്ചുകളി അവസാനിപ്പിക്കണം. ജനങ്ങൾക്കറിയാം ആരാണ് കള്ളനെന്നും ആരാണ് പോലീസുകാരനെന്നും. കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യരുതെന്നും പോലീസിന് മുന്നറിയിപ്പ് നൽകി. ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതിൽ ഗവർണർ അതൃപ്തി അറിയിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാനെ ഉടൻ പിടികൂടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു. ഗവർണർ CRPFന്റെയും EDയുടെയും ഉന്നതോദ്യോഗസ്ഥരുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ സുരക്ഷാ സാഹചര്യങ്ങളും വിലയിരുത്തി. പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സത്യൻ ചൌധരിയുടെ കൊലപാതകത്തിൽ തൃണമൂൽ കോൺഗ്രസും തമ്മിൽ വാക്പോര്. തൃണമൂലിനുള്ളിലെ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ആരോപിച്ചു. കോൺഗ്രസിലേക്ക് മടങ്ങാനിരിക്കെയാണ് സത്യനെ കൊലപ്പെടുത്തിയത് എന്നാണ് ആരോപണം. എന്നാൽ കൊലപാതകികൾക്ക് CPMന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയുണ്ടെന്ന് തൃണമൂൽ നേതൃത്വം ആരോപിച്ചു. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളല്ല, ബിസിനസ് വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് മുർഷിദാബാദ് ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വസീം ഖാൻ പറഞ്ഞു. പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനായി സീറോ മലബാർ സഭാ സിനഡിന് ഇന്ന് തുടക്കമാകും. കാക്കനാട് സെയിന്റ് തോമസ് മൗണ്ടിലാണ് സിനഡ് സമ്മേളനം നടക്കുക. സിനഡിന്റെ ആദ്യ ദിനമായ ഇന്ന് പ്രാർത്ഥനയും ധ്യാനവുമാകും നടക്കുക. നാളെ മുതലാണ് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി 80 വയസ്സായതിനാൽ 55 മെത്രാൻമാർക്കാണ് വോട്ടവകാശമുള്ളത്. തെരഞ്ഞെടുപ്പിൽ 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളാകും മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് എത്തുക. സിനഡിന്റെ മുഖ്യ അജണ്ട അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാത്രമായതിനാൽ സഭയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യില്ല. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്നലെയും 90,000-ൽ ഏറെ തീർത്ഥാടകർ 18ാം പടി ചവിട്ടി. ശബരിപീഠം മുതൽ ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. മകരവിളക്ക് ദിവസം വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് നേരത്തെ പൂർത്തിയായിരുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ബുധനാഴ്ച മുതൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കില്ല. അതിനാൽ ഇന്നും നാളെയും തിരക്ക് വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. പുല്ലുമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ കുടുംബം നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. ബാഹ്യ ഇടപെടലുകൾ മൂലമാണ് പ്രതികളെ പിടികൂടാത്തതെന്നും പ്രതികൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നും പരാതിയിൽ. ഷെഹന ആത്മഹത്യ ചെയ്ത 10 ദിവസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ തിരുവല്ലം പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം KB ഗണേഷ് കുമാർ തിരുവനന്തപുരം ആനയറയിലെ സ്വിഫ്റ്റ് ആസ്ഥാനം ഇന്ന് സന്ദർശിക്കും. രാവിലെ 10:30യോടെയാണ് സന്ദർശനം. KSRTC ബജറ്റ് ടൂറിസത്തിൽ ഉൾപ്പെടുത്തി പുതുതായി വാങ്ങിയ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് കാണുന്നതിനായാണ് സ്വിഫ്റ്റ് ആസ്ഥാനത്ത് മന്ത്രി എത്തുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇന്ന് സമാപിക്കും. ഇന്നലെ മാത്രം വിവിധ കമ്പനികൾ നടത്തിയത് കോടികളുടെ നിക്ഷേപം. വടക്കൻ ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കാനുള്ള ദൗത്യം പൂർത്തിയായെന്ന് ഇസ്രായേൽ. തെക്കൻ ഗസയിൽ ആക്രമണം കടുപ്പിച്ചു. 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് 113 പലസ്തീനികൾ. തിരികെ വാർത്തകളിലേക്ക്. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. റോഡിന്റെ വീതി കൂട്ടൽ പ്രവൃത്തികൾ വേഗത്തിൽ ആരംഭിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വികസനത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി. 2008-ൽ നഗരപാത നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം. ഗതാഗത കുരുക്കും വാഹനാപകടങ്ങളും തുടർക്കഥയായപ്പോൾ റോഡ് വികസനം എന്ന ആവശ്യം ശക്തമായി. പദ്ധതി വൈകിയപ്പോൾ MGS നാരായണന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം തുടങ്ങി. നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു ഇക്കാലയളവിൽ.
ഭൂമി ഏറ്റെടുക്കൽ 95% പൂർത്തിയായി. സ്ഥലത്തെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. ഇനി ടെൻഡർ നടപടിയാണ്. ഒരു 8.5 കിലോമീറ്റർ റോഡ് ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കാൻ എത്ര സമയമാണോ വേണ്ടത്, പ്രവൃത്തി പൂർത്തീകരിക്കാൻ എത്ര സമയമാണോ വേണ്ടത്, ആ സമയത്ത് പൂർത്തീകരിക്കും. ആ സമയത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിൽ ടൈം ഷെഡ്യൂൾ നിശ്ചയിക്കും. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം നടത്തും. അത് നഗര ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറും. 24 മീറ്റർ വീതിയിലാണ് റോഡ് വികസിപ്പിക്കുക. റോഡ് വികസനം സാധ്യമായാൽ അവസാനിക്കുന്നത് 17 വർഷത്തെ കാത്തിരിപ്പാണ്. 24 കോഴിക്കോട്. കേരള കർണാടക അതിർത്തി ഗ്രാമമായ കാസർഗോഡ് ദേരബള്ളയിലെ ജനങ്ങൾക്ക് പാലം യാത്ര എന്നാൽ സാഹസിക കടമ്പയാണ്. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന കോൺക്രീറ്റ് പാലം ഇപ്പോഴും പുഴയ്ക്ക് കുറുകെ സ്മാരകം പോലെ കിടക്കുന്നു. ഒരു പാലം 7 മാസം മുമ്പ് മഴവെള്ളപ്പാച്ചലിൽ അടിവേരിളകിയ പാലം ഇന്നും ഇതേ കിടപ്പാണ്. പരാതിപ്പെട്ടു, അപേക്ഷിച്ചു, പ്രതിഷേധിച്ചു. ആരും തിരിഞ്ഞു നോക്കിയില്ല. കവുങ്ങുതടി വെട്ടി താൽക്കാലിക പാലമുണ്ടാക്കി സാഹസിക യാത്ര തുടങ്ങി. ഒരു പാലം കടക്കാനേ ഈ നാട്ടുകാർ സാഹസിക അഭ്യാസം പഠിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതായത് എങ്ങനെയാണ് ഈ പാലം കടന്നു പോകുന്നതെന്നാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അപ്പാടെ കാര്യം പോക്കാണ്. ല്ല പോന് ബുദ്ധിമുട്ടാണ്. കയ്യിൽ പിടിച്ചിട്ട് പോകുന്നത് ഇത് വലിയ ബുദ്ധിമുട്ട്. പേടിച്ചിട്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചർ ഉണ്ട്. ഇനി എന്തെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കണം. മംഗൽപാടി മീഞ്ച പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് പാലം. ദിവസേന യാത്ര ചെയ്യുന്നത് 100 കണക്കിന് പേർ. ജോലിക്ക് പോകണമെങ്കിൽ തന്നെ പോകേണ്ടി വരുന്നു. അപ്പോൾ പാലെല്ലാം വീണിട്ട് നമുക്ക് എന്താക്കാനാകുന്നില്ല. പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂൾക്ക് പുള്ളർ പോകുന്നു, പിന്നെ കുറേ പെൺപുള്ളറെല്ലാം പോകുന്നല്ലേ. അപ്പോൾ അവർക്കെല്ലാം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നടക്കാനെ പോലെ ആകുന്നില്ല. കാണും വരുന്നല്ലേ. സ്കൂളിലേക്ക് പിള്ളേർക്ക് പോകുന്ന അവരെ വിളിച്ചുകൊണ്ട് വരുന്നു. രാവിലെ വന്നിട്ട് ഇപ്പുറത്തേക്ക് ആക്കിയിട്ടാണ് പോകുന്നത്. അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ വൈകിട്ട് പിള്ളേർ വരുമ്പോൾ ഇവിടെ കാക്കണം. ആരായാലും വന്നിട്ട് ഒറ്റയ്ക്ക് പിള്ളേർക്ക് നടന്നിട്ട് വരാനാണില്ല ഇവിടെ. സുരക്ഷിത യാത്രക്ക് പാലം വേണം. ദുരിതയാത്ര ദുരന്തത്തിന് വഴിയൊരുക്കുന്നതിന് മുമ്പേ കാസർഗോഡ്. പ്രഭാത വാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്. 24 5-ന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.